അല്ല, മുഖ്യമന്ത്രി ഈ സഭ ഇന്ന് നടന്നു പോകരുതെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹം പ്രതിരോധത്തിലാവുമെന്നറിയാം. അതിനാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചനുസരിച്ചിട്ട് ചോദ്യം പോലും അദ്ദേഹം പറയേണ്ട മറുപടിയാണ്. അദ്ദേഹം പ്രതിരോധത്തിലാകുമെന്ന് കരുതിയാണ് ചോദ്യം പോലും വരാതെ, സഭയിൽ വരാതെ അദ്ദേഹം ശ്രദ്ധിച്ചത്. അദ്ദേഹം ഭയന്നാണ് ഇരിക്കുന്നത്, ഭീതിയിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുകയാണ്. അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളെല്ലാം ഹാസ്യ പരിപാടിയായിട്ട് മാറി. ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ അഹഹ എന്ന് മറുപടി പറയുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. ആ സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രി തരം താഴ്ന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രകോപിതരായി. ഞങ്ങൾക്കെന്താ ഇദ്ദേഹം ആരെയാ പേടിപ്പിക്കുന്നത്? ഞങ്ങളെയോ വേറെ ആളുകളെ നോക്കിയാൽ മതി. ഞങ്ങളൊന്നും ഈ മുഖ്യമന്ത്രിയുടെ ഉമ്മാക്കി കണ്ട് പേടിച്ചോടി പോകുന്നതല്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അണിനിരത്തും. അത് ചോദ്യം ചെയ്യും. നിയമപരമായ നടപടികൾ ഞങ്ങൾ തേടും. വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലല്ലേ, അതൊക്കെ പറഞ്ഞോട്ടെ. ഞങ്ങള് നോട്ടീസ് കൊടുത്ത കേരളത്തിലെ പ്രതിപക്ഷം ഏത് കാലത്താണ് നോട്ടീസ് കൊടുത്ത കാര്യത്തിന് തയ്യാറെടുത്തില്ല എന്ന് പറയുന്നത്? ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. മാധ്യമ ചർച്ചകളിൽ പറയേണ്ട കാര്യമില്ല. ആ വിഷയം ഞങ്ങൾ വീണ്ടും സഭയിൽ അവതരിപ്പിക്കും. സഭ സ്തംഭിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ലിസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വരില്ല. അത് സ്വാഭാവികമാണ്. അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടി വല്ല തമാശ പറയാൻ പറയും. തമാശയാണ്. പാർലമെന്ററി കാര്യം ഞങ്ങൾ തയ്യാറെടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എത്ര വില കുറഞ്ഞ അഭിപ്രായമാണ്. മുഖ്യമന്ത്രി ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി 7-8 പ്രാവശ്യം നിലവാരമില്ലാത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിലവാരമില്ലാത്ത ആളെ നോക്കണമെങ്കിൽ കണ്ണാടി നോക്കിയാൽ മതി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. തീർന്നല്ല. ഞാൻ 8 പ്രാവശ്യം പറഞ്ഞില്ല, 1 പ്രാവശ്യം പറഞ്ഞു. അന്നേരം ഞങ്ങൾ മലപ്പുറത്തെ കുറിച്ച് ഞങ്ങളല്ലല്ലോ മോശമായിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയല്ലേ. അത് ഞങ്ങൾ നാളെ പറയും. ഞങ്ങൾ പുറത്ത് മുഴുവൻ പറയുന്ന കാര്യങ്ങൾ സഭയെ പറയാൻ ഞങ്ങൾക്ക് എന്താ പേടി? ഞങ്ങൾ പുറത്ത് ഇന്നലെയും മിനിയാന്നും 4-ാം നാളും ഒക്കെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം സഭയിൽ പോയി പറയാൻ ആരെ പേടി? അല്ല, ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ നടക്കരുത് തന്നെയാണ് ആഗ്രഹിച്ചത്. സഭാ നടപടികൾ ഞങ്ങൾ സ്തംഭിക്കുകയാണ് ചെയ്തത്. സ്പീക്കർ എത്ര മോശമായിട്ടാണ് പെരുമാറിയത്. നിഷ്പക്ഷനായ സ്പീക്കറാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വെട്ടിമാറ്റുന്ന സ്പീക്കറുമായി ഞങ്ങൾ എങ്ങനെ സഹകരിക്കും? ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ അവകാശങ്ങളാണ് ഇനി ഉന്നയിക്കുമല്ലോ. ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി എന്നാണ് ഇന്റർവ്യൂ വന്നത്? 30-ാം തീയതി ഹിന്ദു ഇന്റർവ്യൂ വന്ന അന്ന് മുതൽ ഞങ്ങൾ ഉന്നയിക്കുന്നതല്ലേ. ഞങ്ങൾ പറയാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഞങ്ങൾ എല്ലാ ദിവസവും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി 6 ദിവസമായി 7-ാമത്തെ ദിവസമായി ഇന്നും ഇപ്പോഴും പറഞ്ഞാൽ തന്നെ